എവരിവൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്നാക്സ് എന്ന് വെച്ചാൽ ഒരു മസാല ദോശയാണ്. ഈ റെസിപ്പിയാണ് കേട്ടോ ഞാൻ വീഡിയോയിലിടുന്നത്. അപ്പം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നല്ലോണം കുന അരിഞ്ഞെടുത്ത് നമുക്ക് കുക്കറിലിട്ട് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കുകയാണ്. പിന്നെ ഉടച്ചതിന് ശേഷം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനാട്ടോ ഇട്ടത്. എനിക്കിങ്ങനെ ഇതുണ്ടാക്കുന്ന കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല കേട്ടോ. ഞാൻ ഉമ്മക്ക് ഇങ്ങനെ സഹായിച്ചു കൊടുക്കും. ഓരോന്നിങ്ങനെ മുറിച്ചിട്ടിട്ടെല്ലാം ഞാൻ ഉമ്മ വെജിറ്റബിൾസ് എല്ലാം എടുത്തുതരും. എന്നിട്ട് ഞാൻ കത്തിയെടുത്ത് നല്ല മൂർച്ചുള്ള കത്തിയെടുത്ത് ഒരു വെട്ടിലേക്കും. ആ സൗണ്ട് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം. അത്രക്കും വലിയ സൗണ്ടായിരിക്കും. ഞാൻ മുറിച്ചിട്ടും ഉമ്മക്ക് വെച്ച് നോക്കും. അടുപ്പത്തുമ്മ അങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഗ്യാസ് മുതൽ ഉമ്മ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടാകുക. അതുകൊണ്ട് ഉമ്മ ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമ്മൾ ദോശക്ക് മാവ് വേണ്ടേ, നല്ല ദോശയാവും. അപ്പം മാവിലേക്ക് നമ്മൾ ഉപ്പും അപ്പക്കാരും ഇട്ടിട്ടുണ്ട്. ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ടൈറ്റാക്കിയിട്ടുണ്ട്. ഇനി ദോശ ചുടാനായിട്ട് നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ദോശ ഒഴിച്ച് വലിയ വട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇത്. അതുകൊണ്ട് ഉമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്കിതാണ് ഇന്ന് വേണ്ടതെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചതുകൊണ്ട് കേട്ടോ ഉമ്മ ഉണ്ടാക്കി തരുന്നത്. നമ്മൾ ദോശയിലും മസാല വെച്ച് നല്ലോണം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊക്കെ ഞാൻ ഇതാട്ടോ കൊണ്ടത്, എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട്. അപ്പം നമുക്ക് രണ്ടാമത്തെ ദോശ റെഡിയായി. അങ്ങനെ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് റെഡി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. പുതിയ ചാനൽ ആയതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം, നിർബന്ധമാണ്. ബൈ.